ശ്രീ എം എസ് വേണുഗോപാൽ നോക്കൂ, ആരാണ് ഇവിടെ ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നത്? ആരുടെ ഭാഗത്താണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? നമുക്കറിയാം, തരൂർ പല പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലും തരൂർ പറഞ്ഞു പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആള് ഗൗതം ഗംഭീർ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും അദ്ദേഹം പ്രധാനമന്ത്രി, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന പുകഴ്ത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. BJP പറയുന്നു അടുത്ത ഫത്വ ദാ വരാനിരിക്കുന്നു എന്ന് തരൂരിനോട് പറയുകയാണ്. അപ്പോൾ തരൂർ പറയുന്നത് നിർത്തിയിട്ടില്ല, ഇതെന്റെ ശൈലി എന്ന് തരൂർ പറയുകയാണ്. പക്ഷേ അദ്ദേഹം ഒരു ഘട്ടത്തിൽ യോജിച്ചു പോകുന്നതിന്റെ സൂചനകൾ നൽകിയതാണ്. അതില്ലാതായി എന്നതാണ് ഇവിടെ വളരെ പ്രസക്തമാകുന്നത്. അതിന് രാഹുൽ തന്നെ കാരണമാകുന്നു എന്ന് പറയുന്നു. എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കും? ഒരു രാജിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയാൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാധ്യതകളെ പോലും അത് ബാധിക്കില്ലേ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ശശി തരൂരിനെ സൂക്ഷിച്ച് കോൺഗ്രസ് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ പ്രതിസന്ധി കോൺഗ്രസിനുണ്ടാകും. അത് ഞാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോ NDTVയുടെ ഈ കഴിഞ്ഞ ഒരു സർവേ എടുത്തു നോക്കുക. ഈ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ശശി തരൂരിനെ കോൺഗ്രസ് ഇടിച്ചു താത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം AICCയുടെ പ്രസിഡന്റായി മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ മുതല് അദ്ദേഹത്തിന് 4 വോട്ട് കിട്ടുമോ, ഇദ്ദേഹത്തിന് 10 വോട്ട് എവിടെയെങ്കിലും സ്വന്തം നാട്ടിൽ പോലും 4 വോട്ട് തേച്ചു പിടിക്കാൻ പറ്റൂ എന്നൊക്കെ ചോദിച്ച് അധിക്ഷേപിച്ചവർ നാണം കെട്ടു പോകുന്ന വിധത്തിൽ അദ്ദേഹം 10% വോട്ട് പിടിച്ചുകൊണ്ട് AICCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2ാം സ്ഥാനക്കാരനായി. അന്നും അത് കഴിഞ്ഞും കോൺഗ്രസ്സുകാര് അദ്ദേഹത്തിനെ ശരിക്കും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പലപ്പോഴായി അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ ആവട്ടെ, നരേന്ദ്രമോദി ആവട്ടെ, ആരെയൊക്കെ അദ്ദേഹം അനുകൂലിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇതിനേക്കാൾ കൂടുതൽ ചവിട്ട് കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇത്രയും ഗതികെട്ട ഒരവസ്ഥയിൽ ശശി തരൂർ നിന്നിട്ടും NDTVയുടെ സർവേയിൽ നിങ്ങൾ നോക്കുക, VD സതീശൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ശശി തരൂരാണ്. അപ്പൊ അവിടെ കാണിക്കുന്ന എന്താണ്? പാർട്ടിക്കാര് കൊഞ്ഞനെ കുത്തിയാലും പാർട്ടി പ്രവർത്തകര് കാല് വലിച്ചാലും ശശി തരൂരിന് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു പിന്തുണയുണ്ട്, അപ്രമാദിത്വമുണ്ട്. അദ്ദേഹം ഒരു ഉന്നത സ്ഥാനത്ത് വരണമെന്ന് നിഷ്പക്ഷരായ അല്ലെങ്കിൽ നല്ലതിനെ, നല്ല ആൾക്കാരെ, നല്ല വ്യക്തിത്വങ്ങളെ വിശ്വസിക്കുന്ന കേരളത്തിലെ ജനതയ്ക്ക് വലിയ താല്പര്യമുണ്ട്. ഇവിടെ പലരും പറയുകയുണ്ടായി ശശി തരൂർ, എനിക്ക് മുൻപ് സംസാരിച്ച മിക്കവരും പറഞ്ഞു ശശി തരൂർ വിശ്വപൗരനാണ്. അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ വിശ്വപൗരനെ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ, വിശ്വപൗരനെ നിങ്ങൾ സങ്കുചിത കക്ഷി രാഷ്ട്രീയക്കാരനായിട്ട് തരം താഴ്ത്തരുത്. വിശ്വപൗരനെ ആണെന്ന് പറയുകയും വിശ്വപൗരനായിട്ട് അദ്ദേഹത്തെ കാണാതിരിക്കുകയും അദ്ദേഹത്തെ സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിന്റെ വക്താവായിട്ട് കാണുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബാലൻസ് തെറ്റിപ്പോവും. ശശി തരൂർ അല്പം അസ്വസ്ഥനും ആകും. നമുക്ക് നോക്കാം, 2009 മുതൽ തിരുവനന്തപുരത്ത് നിന്ന് 4ാം തവണയാണ് ഇപ്പോൾ അദ്ദേഹം പാർലമെന്റിലേക്ക് ജയിക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് ഉള്ള ആളാണ്. തിരുവനന്തപുരത്ത് ഒരു 30 വർഷക്കാലമായിട്ട് റെസിഡൻസ് അസോസിയേഷന്റെ താഴെത്തട്ടിലുള്ള ആളുകളെ മുഴുവൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫെഡറേഷന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയിട്ട് കുറെ നാൾ പ്രവർത്തിച്ചാണ്. എനിക്ക് അവിടുത്തെ താഴെത്തട്ടിലുള്ള മുഴുവൻ റെസിഡൻസ് അസോസിയേഷൻകാരെ അറിയാം. അത്രയും വർഷത്തെ പരിചയമുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂർ എന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ മറ്റാര് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചിരുന്നെങ്കിലും ഇവിടെ താമര 2ഓ 3ഓ വിരിഞ്ഞ് അസംബ്ലിയിൽ, പാർലമെന്റിലെത്തിയത്. ശ്രീ O രാജഗോപാൽ ഇവിടെ തോറ്റതും ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മുട്ടുകുത്തിയതും ഈ ശശി തരൂർ എന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേക പരിഗണന ഇവിടുത്തെ വോട്ടർമാർ കൊടുത്തത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇനി ഇതൊക്കെ പോട്ടെ, ശശി തരൂരിന്റെ കൂറിനെ കുറിച്ചാണ് പറയുന്നത്. പാർട്ടി കൂറ് വേണമെന്നാണല്ലോ പറയുന്നത്. ഈ പാർട്ടി കൂറിനെ കുറിച്ച് നമുക്ക് നോക്കാം. 2009 ഇതുപോലെ വിശ്വപൗര സ്ഥാനത്ത് നിന്ന് അദ്ദേഹം താഴെ ഇറങ്ങി വന്ന് കോൺഗ്രസിൽ അംഗത്വം എടുത്തപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗും അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അദ്ദേഹത്തിനെ MP ആക്കാനായിട്ട് ഇവിടെ നിന്ന് മത്സരിപ്പിച്ചു. അത് കഴിഞ്ഞ് MP ആയപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കേന്ദ്രത്തിൽ കൊടുത്തു, എല്ലാം ചെയ്തു. അദ്ദേഹത്തിന് ആവശ്യം പോലെ സംസാരിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തിരുന്നു.
സോണിയാഗാന്ധിയെ അദ്ദേഹം ബഹുമാനപൂർവ്വമാണ് കണ്ടിട്ടുള്ളത്. മൻമോഹൻ സിംഗിനെ വളരെ ബഹുമാനപൂർവ്വമാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ 2014 ശേഷം പിക്ചർ മാറി അദ്ദേഹത്തിന്. അപ്പൊ ഈ ആള് അധികം വളരുന്നു. കോൺഗ്രസിൽ ഒരു കുഴപ്പമുണ്ട്, അധികം വളർന്നാൽ ഈ പ്രൊഫ്യൂസസിന്റെ കട്ടില് പോലെയാണ്. ഒന്നുകിൽ തല അല്ലെങ്കിൽ കാൽ അവർ വെട്ടി ഒന്ന് ചുരുക്കി AICCക്ക് അകത്ത് നിൽക്കുന്ന ഒരു ഫ്രെയിമിനകത്താക്കും. അതിന് അപവാദം ഉള്ളത് ഗാന്ധി കുടുംബത്തിലുള്ളവർക്ക് മാത്രമാണ്. അവർക്ക് എത്ര വേണോ വളരാം, ബാക്കിയുള്ളവരെ ആര് വളർന്നാലും ഈ വിധത്തിൽ വെട്ടും. ശരി. ഇതുകൊണ്ടാണ് പലപ്പോഴും ശശി തരൂരിന് ഇത്തരം അബദ്ധം പറ്റിയിരിക്കുന്നത്. ശശി തരൂർ പക്ഷേ അത് കഴിഞ്ഞിട്ട് 2019 അദ്ദേഹം പ്രത്യേകിച്ച് 3ാമത്തെ തവണ ഞാൻ പാർലമെന്റിലേക്ക് പോകുമ്പോൾ എന്നെ പ്രതിപക്ഷ നേതാവായിട്ടെങ്കിലും എടുക്കും. അതുവരെ അദ്ദേഹം അച്ചടക്കത്തോടെ നിന്ന് 2014-19 അദ്ദേഹം അച്ചടക്കത്തോടു കൂടി തന്നെയാണ് നിന്നത്, മര്യാദക്കാരനായിട്ടാണ് നിന്നത്. എല്ലാം ശരി തന്നെയാണ്. തീർച്ചയായും ഏറ്റവും അവസാനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലിസ്റ്റ് കൈമാറുമ്പോൾ അതിൽ പോലും തരൂരിന്റെ ഇത് മാത്രം ഞാൻ ഒന്ന് പറഞ്ഞു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് പകരം അധിരഞ്ജൻ ചൗധരിയാണ് എടുത്തത് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ ശശി തരൂരിന്റെ ഒരു പകുതി പെർഫോമൻസ് പോലും പാർലമെന്റിൽ നടത്താൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന്റെ വക്താവായിട്ട്, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് ഷൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതല്ലേ സത്യം. തീർച്ചയായും ആ ഒരു അവഗണന ഉണ്ടായെന്ന് മാത്രമല്ല, പിന്നെ പാർലമെന്റിൽ നിങ്ങൾ നോക്കൂ, പാർലമെന്റിൽ നല്ല പിന്നെ എവിടെ ശശി തരൂരിന് പ്രസംഗിക്കാൻ അവസരമുണ്ടോ ആ അവസരങ്ങളെല്ലാം നിഷേധിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊച്ചാക്കി നിർത്തുക. അർഹതപ്പെട്ട സ്ഥാനങ്ങൾ തരൂരിന് നിഷേധിക്കുന്നത് തുടരുമ്പോൾ തരൂർ എങ്ങനെ മിണ്ടാതിരിക്കും എന്നൊരു ചോദ്യമുണ്ട്. ഒറ്റ വാക്ക്, അതായത് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ NDTVയുടെ തെരഞ്ഞെടുപ്പ് സർവേയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 45% ജനങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ, ഭൂരിപക്ഷം ജനങ്ങളും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. VD സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്നുമാണ് പറഞ്ഞത്. പക്ഷെ അവർ എടുത്തു പറഞ്ഞ 45% പേര് എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോൺഗ്രസിലെ ഗ്രൂപ്പിസം വന്നാൽ ഇത് എങ്ങനെ മറിയുമെന്നറിയില്ല. അപ്പൊ അങ്ങനെ വൻ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് വന്നാലും ഒരുപക്ഷെ 80ഓളം സീറ്റോ 90 സീറ്റോ പിടിച്ചു വന്നാൽ പോലും ഈ ഗ്രൂപ്പിസം വന്ന് പ്രശ്നമായാൽ ഒരുപക്ഷെ അകത്തു നിന്നോ പുറത്തു നിന്നോ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളോ എന്നാ പിന്നെ നിങ്ങൾ കുറുക്കച്ചനും പിന്നെ കൊരങ്ങച്ചനും കൂടെ കിട്ടിയ മുയലിന് വേണ്ടി തർക്കിക്കുകയല്ലേ, അത് മുതലേ അമ്മാവന് കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ ശശി തരൂരിന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താകും എന്നുള്ളത് ചിലർ കൂടി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ശ്രീകുമാർ നോക്കൂ, ഈ NDTVയുടെ വോട്ട് വൈബ് സർവേ ഇപ്പോൾ വന്നത് അതിൽ ഏതാണ്ട് 10% തരൂരിന് കൊടുക്കുന്നത്. ഇവരുടെ തന്നെ കേരള വോട്ട് വൈബ് എന്ന് പറഞ്ഞ് നേരത്തെ വന്ന തരൂര് തന്നെ റീട്വീറ്റ് ചെയ്ത ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നല്ലോ, ഒരു സർവേ ഫലം ഉണ്ടായിരുന്നല്ലോ. അതിൽ ഏതാണ്ട് 28% പേർ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചതാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്താണ്? സമുദായ നേതാക്കൾക്കാർക്കും നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വേണ്ട, അവരെ പുച്ഛമാണ്, അവർ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ജയിക്കുമോ എന്ന് പോലും അവർ പറയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അവിടെ എല്ലാവർക്കും സ്വീകാര്യനാണ് താൻ എന്ന് തരൂർ ഒരിക്കൽ തെളിയിച്ചതാണ്. തരൂരിന് കിട്ടിയ സ്വീകരണം എന്താണെന്ന് കേരളം കണ്ടതാണ്. അങ്ങനെ ഒരു വ്യക്തിയെ അവഗണിച്ച് ഏതെങ്കിലും കടുത്ത തീരുമാനത്തിലേക്ക് തള്ളിവിടുന്നത് കോൺഗ്രസിന് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല എന്നതെങ്കിലും താങ്കൾ അറ്റ്ലീസ്റ്റ് സമ്മതിക്കേണ്ടി വരില്ലേ ഇവിടെ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.